നമ്മൾ ഇന്ന് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ വാഴക്കൂമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ പൂവ് കളയാറാണ് പതിവ്. പക്ഷേ തമിഴ്നാട്ടിലൊന്നും അങ്ങനെയല്ല. അവർ ഈ പൂവും കൂടെ കറി വെക്കാനായിട്ട് എടുക്കും. അപ്പോൾ ഈ പൂവ് ക്ലീൻ ആക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. നമ്മൾ ഈ പൂവിൻ്റെ ഉള്ളിൽ ഇതേപോലെ മുകളിൽ ഒരു ബ്ലാക്ക് കളർ ഉണ്ടയായിട്ട് ഒരു ഞാരി പോലെ കാണും. അതിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ പോരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ കാണുന്ന പോലത്തെ ഒരു പോളയുണ്ട് അതിൻ്റെ സൈഡിൽ. അതായത് നമ്മൾ തേന് അവിടെയാണ് ഉണ്ടാവുക, നമ്മൾ തേൻ കുടിക്കാറുണ്ടല്ലോ ഇതിൻ്റെ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. അതേപോലെ എല്ലാ പൂവിൻ്റെയും ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. അതേപോലെ നമ്മൾ ഇതിൻ്റെ തൊണ്ട് പറിച്ച് കളയില്ലേ, തൊണ്ട് പറിച്ച് കളയുമ്പോൾ ആദ്യത്തെ ഒരു 2 ലെയർ അല്ലെങ്കിൽ 3 ലെയറിൻ്റെ പൂവ് യൂസ് ചെയ്യേണ്ട. സാധാരണ വവ്വാല് ഇത് കുടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പൂക്കൾ മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് വാഴക്കൂമ്പ് എന്തായാലും അരിഞ്ഞെടുക്കും വേണം. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് പൂവും വാഴക്കൂമ്പും നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഉപ്പുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ അത് ബ്ലാക്കായി മാറുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. 3 വലിയ സ്പൂൺ തെരുവ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 ചെറിയുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പിടുക. പിന്നെ ഇതിനകത്തേക്ക് ധാരാളം ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബോള യൂസ് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഇടാൻ മറക്കരുത് കേട്ടോ. ഉള്ളിയൊക്കെ ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ ചതച്ച മുളകും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഈ ചതച്ച മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കൂമ്പ്, ഇതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം ഈ വാഴക്കൂമ്പ് അധികം വേവൊന്നുമില്ല, 5 മിനിറ്റിൽ വെന്ത് വരും. അപ്പം നല്ലോണം വെള്ളം പിഴിഞ്ഞിട്ട് എല്ലാ വാഴക്കൂമ്പും വാഴയുടെ പൂവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊത്തി വയ്ക്കുക. പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും, അതിലാണ് ഇത് വെന്ത് വരുന്നത്. ഇടയ്ക്ക് വെള്ളം വറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് മതി ഇത് വേവാനായിട്ട്. 5 മിനിറ്റിന് ശേഷം നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതും ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് പൊത്തി വയ്ക്കുക. പൊത്തി വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും കൂടെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ്. മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. നമ്മുടെ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടാവും, തേങ്ങയും വെന്ത് വന്നിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലത്തെ വെള്ളം കളഞ്ഞെടുക്കണം. ഇതിൽ കുറച്ചും കൂടെ ഇങ്ങനെ നനവുണ്ടായിരിക്കും. അപ്പം ഇത് ഡ്രൈ ആയിട്ട് കഴിക്കാനായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത്രയും തേങ്ങ തന്നെ ചേർക്കണം, കാരണം തേങ്ങയുടെ ടേസ്റ്റിലാണ് ഈ വാഴക്കൂമ്പ് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് വരുന്നത്. വാഴക്കൂമ്പ് ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ മുതിരയുടെ കൂടെ, പരിപ്പിൻ്റെ കൂടെ, പയറിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി വയ്ക്കാറുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട്, കാരണം ഇതൊരു വലിയ പൂവാണ് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് തന്നെ നമ്മൾ ധാന്യങ്ങളൊന്നും ചേർക്കാതെ ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റ് ധാന്യങ്ങളുടെ കൂടെ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് കിട്ടുന്നതാണ്. വാഴക്കൂമ്പിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്കിത് കിട്ടുന്ന അവസരത്തിൽ ഇത് നല്ല രീതിയിൽ വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് ഞാൻ വാഴക്കൂമ്പിൻ്റെ ആ ഇലയിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.